ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് തുറക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ കാണാറില്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ലോകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ബ്രാൻഡുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്രിയേറ്റർമാരുമായി കൈകോർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിത് എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ഒരു ദിവസം നോക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മിക്കവാറും എല്ലാ താരങ്ങളും ഒരേ ഫോണിനെക്കുറിച്ചോ അല്ലെങ്കിലൊരു പുതിയ ഹെഡ്സെറ്റിനെക്കുറിച്ചോ സംസാരിക്കുന്നു. ഇത് വെറുമൊരു യാദൃച്ഛികമല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായൊരു പ്ലാനിംഗ് തന്നെയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽനിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ ഒരു പുതിയ സിനിമ കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ ഭക്ഷണം സൂപ്പറാണെന്നോ നമ്മളോട് പറയുന്നത് പോലെയാണിത്. ഇവിടെ ആ സുഹൃത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ക്രിയേറ്ററാണെന്ന് മാത്രം. ആ ഒരു ശുപാർശ കുറച്ചുകൂടി വലിയൊരു ഓഡിയൻസിലേക്ക് എത്തുന്നു. അത്രയുള്ളൂ. അതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, അല്ലേ? ടിവിയിലും പത്രത്തിലുമൊക്കെ പരസ്യം കൊടുത്താൽ പോരെ? പിന്നെന്തിനാണ് ബ്രാൻഡുകൾ ഈ ക്രിയേറ്റർമാരെ ഇത്രയധികം ആശ്രയിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: വിശ്വാസം. ഈ രണ്ട് രീതികളും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിക്കേ. പരമ്പരാഗത പരസ്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലേ, ഒരു അറിയിപ്പ് പോലെ. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അങ്ങനെയല്ല, അതൊരു സംഭാഷണം പോലെയാണ്. ആളുകൾക്കെപ്പോഴും വലിയ കമ്പനികളുടെ ലോഗോകളേക്കാൾ അടുപ്പം തോന്നുന്നത് മറ്റു മനുഷ്യരോടാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റർ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ഇതാണ് ഈ മുഴുവൻ കളിയുടെയും കാതൽ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ആത്മാർത്ഥത. ഒരു ബ്രാൻഡ് തന്നെ സ്വയം ഞങ്ങൾ മികച്ചതാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലപ്രദമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ അതിനെപ്പറ്റി നല്ലത് പറയുന്നത്. നമ്മളത് ശ്രദ്ധിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ബ്രാൻഡുകൾക്ക് ക്രിയേറ്റർമാരെ വെച്ച് മാർക്കറ്റ് ചെയ്യണമെന്നും മനസ്സിലായി. പക്ഷേ അടുത്ത ചോദ്യം വരും: ആരെയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി ശരിയായ ആളെ കണ്ടെത്തുന്നത്? ഇൻഫ്ലുവൻസർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വലിയ താരങ്ങളായിരിക്കും, അല്ലേ? പക്ഷേ എല്ലാ ക്യാമ്പയിനുകൾക്കും അങ്ങനെയുള്ളവരെ ആവശ്യമുണ്ടോ? സത്യത്തിൽ അങ്ങനെയല്ല. പല തട്ടുകളിലുള്ള ഇൻഫ്ലുവൻസർമാരുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഒരു ബ്രാൻഡിന്റെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും അവർ ആരെ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരുപാട് ആളുകളിലേക്ക് എത്തണ്ട, പക്ഷെ ഉള്ളവരിലേക്ക് ആഴത്തിലെത്തണം, നല്ല വിശ്വാസം വേണം. അങ്ങനെയെങ്കിൽ അവരൊരു നാനോ ഇൻഫ്ലുവൻസറെ സമീപിക്കും, ഒരു പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ. ഇനി ഒരു പ്രത്യേക വിഷയത്തിൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ താൽപ്പര്യമുള്ളവരിലേക്കാണ് എത്തേണ്ടതെങ്കിലോ, അപ്പോൾ ഒരു മൈക്രോ ഇൻഫ്ലുവൻസറാണ് ബെസ്റ്റ്. ഒരു ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തിൽ താൽപ്പര്യമുള്ളവർ അത് കേൾക്കും. എന്നാൽ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒറ്റയടിക്ക് വിവരം എത്തിക്കണമെങ്കിൽ തീർച്ചയായും ഒരു മാക്രോ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ എങ്ങനെയാണ് വെറുമൊരാശയത്തിൽ നിന്ന് നിങ്ങളുടെ സ്ക്രീനിലെ ഒരു പോസ്റ്റായിട്ട് മാറുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. പുറമേന്ന് കാണുമ്പോൾ വളരെ എളുപ്പമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ആദ്യം തന്നെ ബ്രാൻഡ് ഒരു ലക്ഷ്യം തീരുമാനിക്കും. പുതിയ ഫോണിന്റെ വിൽപ്പന കൂട്ടണോ അതോ ബ്രാൻഡിനെപ്പറ്റി കൂടുതൽ പേരെ അറിയിച്ചാൽ മതിയോ എന്ന് കൃത്യമായി തീരുമാനിക്കും. അടുത്ത സ്റ്റെപ്പിൽ ആ ലക്ഷ്യത്തിന് ഏറ്റവും അനുയോജ്യനായ ക്രിയേറ്ററെ കണ്ടെത്തും. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഫുഡ് ബ്ലോഗറെ സമീപിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അതിനുശേഷം അവർ ഒരുമിച്ച് ആളുകളെ ആകർഷിക്കുന്ന ഒരു വീഡിയോയോ പോസ്റ്റോ ഉണ്ടാക്കും. സാധാരണയായി ക്രിയേറ്ററുടെ ഒരു നാച്ചുറൽ സ്റ്റൈൽ നിലനിർത്താൻ ബ്രാൻഡുകൾ ശ്രദ്ധിക്കാറുണ്ട്. അവസാനമായി അത് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ സഹകരണങ്ങൾ പല രൂപത്തിൽ വരാം. ചിലപ്പോൾ അതൊരു സിംഗിൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിശദമായ യൂട്യൂബ് റിവ്യൂ വീഡിയോ ആകാം, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോളോവേഴ്സിന് വേണ്ടി ഗിവവേയോ മത്സരങ്ങളൊക്കെ നടത്താം, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ബ്രാൻഡ് അംബാസഡർ റോൾ വരെ എത്താം. ഇത്രയും നേരം നമ്മൾ ഇതിന്റെ പിന്നാമ്പുറ കഥകളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലും ഒരു ക്രിയേറ്റർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നോക്കാം. നിങ്ങളൊരു സാധാരണ ഉപഭോക്താവാണെങ്കിൽ ഏതാണ് പരസ്യം, ഏതാണ് ശരിക്കുള്ള അഭിപ്രായമെന്ന് തിരിച്ചറിയാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും കഴിവിനെയും ഒരു വരുമാന മാർഗമാക്കി മാറ്റാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ തുറന്നു കിട്ടുന്നത്. അതല്ല, നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിലോ നിങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് എത്താനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികളിലൊന്നാണിത്. അപ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏറ്റവും നല്ല ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു പരസ്യം പോലെ നമുക്ക് തോന്നില്ല. അതൊരു ആത്മാർത്ഥതയുള്ള സംഭാഷണം പോലെ, ഒരു നല്ല ശുപാർശ പോലെ വളരെ സ്വാഭാവികമായി തോന്നും.
അപ്പോൾ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത തവണ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ശുപാർശകൾ നിറഞ്ഞ ഈ ഓൺലൈൻ ലോകത്ത് ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നത്? ഈയൊരു ചിന്ത നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.